ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് TDA 2030 ഐസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഐസിയുടെ ഡാറ്റ ഷീറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം. TDA 2030 ഐസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മോണോലിറ്റിക് ഐസിയാണ്. ലോ ബഡ്ജറ്റായിട്ടുള്ള മിക്ക ഹോം തിയേറ്ററുകളിലും 2.1 ആയാലും 5.1 ആയാലും ആംപ്ലിഫയറുകളിലും ഈ ഒരു ഐസിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഐസിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ സൈസാണ്. ഏകദേശം 3 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് മാത്രമേ ഈ ഒരു ഐസിക്ക് വീതി വരുന്നുള്ളൂ. നീളവും ഏകദേശം അത്ര തന്നെ വരുന്നുള്ളൂ. ഇത്രയും ചെറിയ സൈസിലും അത്യാവശ്യം വാട്ട്സ് ലഭിക്കുന്ന ഒരു ഐസിയാണ് TDA 2030 ഐസി. ഈ ഒരു ഐസിയിൽ നമുക്ക് 4 ohmsഉം ലോഡ് ചെയ്യാം, 8 ohmsഉം ലോഡ് ചെയ്യാം. 4 ohms ലോഡ് ചെയ്താൽ ഏകദേശം 14 വാട്ട്സിനടുത്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. 8 ohms ലോഡ് ചെയ്താൽ ഏകദേശം 8 വാട്ട്സിനടുത്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതൊരു ക്ലാസ് AB ആംപ്ലിഫയർ ഐസിയാണ്. TDA 2030 ഐസി ഒറിജിനൽ ഇപ്പോൾ അധികം കിട്ടാനില്ല. ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നതെല്ലാം കോപ്പി ഐസികളാണ്. കോപ്പി ഐസികൾ എന്ന് പറഞ്ഞാലും അത്യാവശ്യം ഒറിജിനൽ ഐസിയെ പോലെ പെർഫോമൻസ് ഇടുന്ന ഐസികളും ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ഐസിയുടെ ഡിസ്റ്റോർഷൻ വളരെ കുറവാണ്. ഇനി നമുക്ക് ഐസിയുടെ മറ്റു ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു ഐസിയുടെ സൈസ് ചെറുതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഐസിക്ക് 5 ലെഗുകളെ വരുന്നുള്ളൂ. ആകെ 5 ലെഗുകളെ ഈ ഒരു ഐസിക്ക് വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ ഒരു ഐസി ഡ്യുവൽ പവർ സപ്ലൈയിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിർച്വൽ ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ സിംഗിൾ പവർ സപ്ലൈ ആക്കാം, റെസിസ്റ്ററൊക്കെ വെച്ചിട്ട്. പിന്നെ ഈ ഐസി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഐസിയുടെ 3ാമത്തെ പിന്ന് ഹീറ്റ് സിങ്കായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആ 3ാമത്തെ പിന്നിൽ ഗ്രൗണ്ട് അല്ല വരുന്നത്, നെഗറ്റീവ് പവർ സപ്ലൈ ആണ് വരുന്നത്. അത് ഷോർട്ടാവും ഗ്രൗണ്ടിട്ട് ടച്ച് ആയി കഴിഞ്ഞാൽ. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊരു വീഡിയോ വഴി കാണിച്ചു തരാം. ഇതൊരു ബാറ്ററിക്ക് ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ടച്ച് ആയി കഴിഞ്ഞാൽ ഷോർട്ട് ആവില്ലേ. ഇത് സിംഗിൾ പവർ സപ്ലൈ എന്നാണ് ഇതിന് പറയുക. ഈ ഡ്യുവൽ പവർ സപ്ലൈ ആകുമ്പോൾ ഇതൊരു ബാറ്ററി, ഇതടുത്ത ബാറ്ററി. ഇത് ബാറ്ററി പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇത് രണ്ടും കണക്ട് ചെയ്യും. ഇതാണ് ഗ്രൗണ്ട്. ഇത് പോസിറ്റീവ് പവർ സപ്ലൈ, നെഗറ്റീവ് പവർ സപ്ലൈ. ഈ പോസിറ്റീവ് നെഗറ്റീവും ടച്ച് ആയി കഴിഞ്ഞാൽ ഷോർട്ടാവും. അതുപോലെ തന്നെ ഈ നെഗറ്റീവും ഈ പോസിറ്റീവും നമ്മൾ ടച്ച് ആയി കഴിഞ്ഞാലും ഷോർട്ടാവും. ഇപ്പോൾ ആംപ്ലിഫയറിൽ നോയ്സ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ഗ്രൗണ്ട് എന്ത് ചെയ്യും, ആ മെറ്റൽ ബോർഡ് ഉണ്ടല്ലോ അവിടെ നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കും. അതായത് ആ ഗ്രൗണ്ട് ആ മെറ്റൽ ആംപ്ലിഫയറിൻ്റെ ക്യാബിനായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഇതാണ് നമ്മുടെ ഐസി. ഹീറ്റ് സിങ്കും ഈ ഒരു ക്യാബിനായിട്ട് കണക്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ 3ാമത്തേലാണ് നമ്മൾ നെഗറ്റീവ് പവർ സപ്ലൈ കൊടുക്കുന്നത്. ഇവിടെ നെഗറ്റീവ് പവർ സപ്ലൈ കൊടുക്കുമ്പോൾ ഇതായിട്ട് കണക്റ്റാണ്. അപ്പോൾ ഇത് ഗ്രൗണ്ടായിട്ട് കണക്ട് ചെയ്ത് ഷോർട്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഐസിയുടെ ലെഗുകൾ ഞാൻ ജസ്റ്റ് പറയാം. ഫസ്റ്റത്തെ ലെഗാണ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. 2ാമത്തെ ലെഗ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. 3ാമത്തെ ലെഗ് നെഗറ്റീവ് പവർ സപ്ലൈ. അടുത്തത് ഔട്ട്പുട്ട്. പിന്നെ അടുത്തത് പോസിറ്റീവ് പവർ സപ്ലൈ. ഈ 5 ലെഗാണ് ഇതിന് വരുന്നത്. ഈ ഐസിയുടെ വർക്കിംഗ് വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ ±6 വോൾട്ടേജ് മുതൽ ഏകദേശം ±18 വോൾട്ടേജ് വരെ നമുക്ക് ഈ ഐസിക്ക് കൊടുക്കാം. പക്ഷേ ആ 18 വോൾട്ടേജ് എന്ന് പറയുന്നത് ഡേഞ്ചർ സോണാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 14-15 വോൾട്ടേജ് ഇതിന് കൊടുക്കാൻ പാടുള്ളൂ. അതിന് മുകളിൽ കൊടുക്കുന്നത് നല്ലതല്ല. കാരണം ഇപ്പം ഇറങ്ങുന്നത് ഫുള്ള് കോപ്പി ഐസികളാണ്, ഒറിജിനൽ ഐസികളല്ല.
സിംഗിൾ സപ്ലൈയിലാണ് ഈ ഐ സി നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വോൾട്ടേജ് കൊടുക്കാം, അവിടെ ഇഷ്യൂ ഉണ്ടാവുന്നില്ല. ഡ്യുവൽ പവർ സപ്ലൈ ആണെങ്കിൽ വോൾട്ടേജ് ശ്രദ്ധിക്കുക. ഒരു ഐ സിക്ക് എത്ര ആംബിയർ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ സിക്ക് 1 ആംബിയർ മതി വർക്ക് ചെയ്യാൻ. പിന്നെ ഈ ഐ സി 30 dB ആണ് വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ dB എന്താണെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അത് സ്പീക്കറിലുണ്ടാക്കുന്ന മർദ്ദമാണ്, വായുവിലുണ്ടാക്കുന്ന മർദ്ദ വ്യതിയാനം, അങ്ങനെ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും. ഈ ഒരു ഐ സിയുടെ ഫ്രീക്വൻസി റെസ്പോണ്ട് നോക്കുകയാണെങ്കിൽ 40 to 15000 ഹെർട്സ് വരെയാണ്. ലോ, മിഡ്, ട്രബിൾ ഒക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം ഫ്രീക്വൻസി റെസ്പോണ്ടുള്ള ഒരു ഐ സി ആണ്. ഈ ഐ സിയിൽ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. 145 ഡിഗ്രിക്ക് മുകളിൽ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടത് തെർമൽ ഷട്ട്ഡൗണിലേക്ക് പോകുന്നതാണ്. ഒറിജിനൽ ഐ സിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ഐ സിയിൽ നമ്മൾ അതിൻ്റെ മാക്സിമം പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 വാട്ട്സിൻ്റെ അടുത്ത് കിട്ടും. ഇനി ഐ സിയുടെ വാട്ടേജ് കൂടാനായിട്ട് നമുക്ക് ഈ ഐ സി ബ്രെഡ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഐ സി ബ്രിഡ്ജ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഐ സി നമുക്ക് ഒരു 15 വാട്ട്സ് കിട്ടും. അപ്പോൾ നമ്മൾ 2 ഐ സി വെച്ച് കഴിഞ്ഞാൽ 30 വാട്ട്സ് കിട്ടും. 2 ഐ സി വെച്ചിട്ട് സർക്യൂട്ട് ചെയ്യുന്നതിനാണ് ഐ സി ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു ബ്രിഡ്ജ് ചെയ്ത ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഇമ്പിഡൻസ് ശ്രദ്ധിക്കണം. 8 ohms കൊടുക്കാൻ പാടുള്ളൂ, അവിടെ 4 ohms കൊടുക്കരുത്. ഇനി നിങ്ങളുടെ കയ്യിൽ 4 ohmsൻ്റെ സ്പീക്കറാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, നല്ലൊരു ഹീറ്റ് സിങ്ക് കൊടുക്കുക. സെക്കൻഡ്, ഒരിക്കലും ഫുൾ വോളിയത്തിൽ വെക്കരുത്, വോളിയം വളരെ കുറച്ച് വയ്ക്കുക. അതായത് 4 ohms കൊടുക്കുമ്പോൾ അവിടെ ഒരു ഐ സിയിലെ പവർ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 15 വാട്ട്സിനടുത്ത് കിട്ടുന്ന രീതിയിൽ, അതായത് ഫുൾ വോളിയത്തിലല്ലാണ്ട് ഒരു പകുതി വോളിയത്തിൽ വയ്ക്കാം. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഐ സി ബ്രിഡ്ജ് ചെയ്യുമ്പോൾ 2 ആംബിയറെങ്കിലും കൊടുക്കണം മിനിമം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, TDA 2030 ഐ സി അവർ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട്, ഇതിൻ്റെ കമ്പനി കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് TDA 2030A എന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഞാൻ ഐ സിയിൽ കുറച്ച് ഇതും കൂടെ നോക്കാം. ഇത് TDA 2030A ഐ സിയുടെ ഡാറ്റ ഷീറ്റാണ്. ഇവിടെ അവർ വാട്ട്സ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതായത് ഈ ഐ സി മറ്റേ ഐ സി നമ്മൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ഒരു 14 വാട്ട്സിൻ്റെ അടുത്ത് കിട്ടുന്നുള്ളൂ. ഈ TDA 2030Aയിൽ 18 വാട്ട്സിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അവർ ഈ ഐ സിയുടെ വർക്കിംഗ് വോൾട്ടേജ് കൂട്ടിയിട്ടുണ്ട്. മറ്റേ ഐ സിയിൽ മാക്സിമം നമുക്കൊരു 19 വോൾട്ടേ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിൽ അത് അവർ 22 വോൾട്ടായി കൂട്ടിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് DB ആണ്. മറ്റേതിൽ 30 DB ഉണ്ടായിരുന്നു, ഇതിലവർ കുറച്ചിട്ട് 26 DB ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികമൊന്നും പറയാനില്ല, രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ ഈ ഐ സിയും നമുക്ക് മറ്റേ ഐ സി പോലെ ബ്രെഡ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് 30 വാട്ട്സാണ് കിട്ടുന്നതെങ്കിൽ ഇതിലേക്ക് 35-40 വാട്ട്സിന്. ഈ ഒരു ഐ സിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഐ സിയുടെ ചെക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി, അത് നമ്മൾ ഇടാവുന്നതാണ്. താങ്ക് യു. ചാനൽ സബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കുക, പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ജസ്റ്റ് എന്നാൽ കമൻറ്റ് ബോക്സിൽ കൂടെ നോക്കിയിട്ട് പോവുക. താങ്ക് യു.